ഇത് ബ്രസീലാണ് ജന്മദേശം, മലേഷ്യയാണ് ഇതിൻ്റെ ജന്മദേശം. ഇത് US ഇന്ത്യയിലെത്തിയതാണ്. ചെന്നൈയിലുള്ള ഒരു ലേഡി ഇന്ത്യയിൽ കൊണ്ടെത്തിച്ചതാണ്. ഇത് പിങ്ക് സ്ട്രിപ്പ്, ഇത് മലേഷ്യ, ഇത് തായ്ലൻഡ്. ഇതാണ് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പണ്ട് മുതലേ നമ്മൾ കാണുന്ന ഐറ്റം. അതിൻ്റെ വലിപ്പം കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് പുതുതായിട്ട് ഈ കൊണ്ടുവന്ന ഐറ്റം. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇപ്പോൾ വലിപ്പമുള്ളത് ഒറ്റ പൂ മാത്രമേ ഉള്ളൂ. പലരും വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ഫ്ലവർ വിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇല്ല, ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. കാര്യം എൻ്റെ കയ്യിൽ ഏകദേശം 500 പരം ഐറ്റം ഉണ്ട്. വേറെ രാജ്യങ്ങളിലില്ലാത്തതും നമ്മുടെ കയ്യിൽ മാത്രമായ റെയർ ഐറ്റംസ് ഒരുപാടുണ്ട്. ആ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ അത് കാണും. 10 മണിയിൽ ബാക്കിയുള്ള എല്ലാ ഐറ്റത്തിനും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഏറ്റവും കുറവ് വെറൈറ്റീസ് ഉള്ളത് ഈ ജംബോയ്ക്കാണ്. ജംബോയ്ക്ക് 10 വെറൈറ്റീസിൽ കൂടുതൽ ഒരു രാജ്യത്തും ഇന്ന് അവൈലബിൾ അല്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 25ഓളം സ്പീഷീസ് ഉണ്ട്. ഇന്ന് ഇന്ത്യക്കകത്ത് എന്ത് ഐറ്റം ഉണ്ടോ അത് കംപ്ലീറ്റ് റിലീസ് ചെയ്തത് ഞാനാണ്. ഇതേ ഒരു തണ്ടിൻ്റെ ലെങ്താണ്, ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള തണ്ടുകളാണ് നമ്മൾ കയറ്റി വിടുന്നത്. ഈ 200 കളറൊക്കെ ഒരുമിച്ച് സെയിൽ ചെയ്യുന്നത് ആരുമില്ല. ക്വാളിറ്റി എന്നുള്ളത് അതിലൊരു വിട്ടുവീഴ്ച ചെയ്യും. നമ്മൾ 30 കളർ കൊടുത്തു കഴിഞ്ഞാൽ 30 കളറും പിടിച്ചിരിക്കും. കാര്യം ഞാനീ കൊണ്ടുവരുന്നത് ഇനി എൻ്റെ കയ്യിൽ നിന്ന് കൂടിപ്പോയി ഒരു 5 പേരെ വാങ്ങുകയുള്ളൂ. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് മാറി ആൾക്കാർ വാങ്ങി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരായി അതിൻ്റെ ആൾ. ഇപ്പോൾ പലരും വില കേൾക്കുമ്പം 10 മണിച്ചെടി വെറുതെ വളരുന്നതല്ലേ, ഇതാണെന്നൊക്കെ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എഫർട്ട് എന്ന് പറയുന്നത് ഇത്തിരി കഷ്ടപ്പാടാണ്. അപ്പോൾ മഴയത്ത് പോകുമെങ്കിൽ പിന്നെ തിരിച്ച് ഇന്ത്യക്കകത്ത് 10 മണി ഇവിടെ നിന്ന് വരുന്നു. ഈ സംരക്ഷിച്ച് വെച്ചിട്ടുള്ള ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 9 മാസം ഇതിനെ സംരക്ഷിക്കണം. 2 മാസം വിൽക്കുമ്പോൾ പലരും ഇതിൻ്റെ അടിയിൽ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടും. അത് നമ്മൾ മെയിൻ ചെയ്യാൻ പോകാറുമില്ല. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ്. മറ്റുള്ള ഇപ്പോൾ തായ്ലൻഡിലില്ലാത്ത ഒരുപാട് വെറൈറ്റീസ് നമ്മളുണ്ട്. തായ്ലൻഡിൽ ഒരു 250-300 വരത്തുള്ളൂ. ഇതിൽ ഒരുപാട് റെയർ ഐറ്റംസ് ഉണ്ട്. ആ റെയർ ഐറ്റംസ് ഫുള്ള് ഉള്ളത് ഞങ്ങളുടെ കയ്യിലാണുള്ളത്. പെട്ടെന്ന് ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് വരുന്നതൊന്നുമല്ല. ഇന്നിപ്പോൾ ഒരു 5 കളർ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞായിരിക്കും ആ സാധനം ഇവിടെ ഇന്ത്യയിൽ എത്തുന്നത്. അങ്ങനെ റിലീസ് ആവാത്ത 300 കളറിൽ പരം ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഫോട്ടോസോ ഡീറ്റെയിലോ ഒന്നും പുറത്ത് ആരുടെയും കയ്യിലില്ല. ഞങ്ങളിത് 60 ദിവസം ആകുമ്പോൾ തീരെയില്ല. പലരും ഇതിന് എല്ലുപൊടി വേണം, വേപ്പമുണ്ണാക്ക് വേണം, അത് വേണം. എല്ലുപൊടിയൊക്കെ മണ്ണിൽ ലയിച്ച് തരാൻ തന്നെ 6 മാസം പിടിക്കും. ഈ പുതിയത് ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്ന് ഇതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഞാനാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇത് ഫുള്ള് പ്ലാൻ ചെയ്ത് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാവും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നത് അടുക്ക് 10 മണിയുടെ ഒരു വലിയൊരു പൂവ് കൊണ്ടുവരും. പക്ഷേ ഇന്നത് ട്രെൻഡാണ്. ഇത് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ആന 10 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ ഇത് അന്വേഷിച്ചാണ് നടക്കുന്നത്. വളർന്ന് മുറ്റം ഇവർക്ക് ഇതിനെ കളയാൻ ഡംപ് ചെയ്യാൻ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് അങ്ങോട്ട് ഓൺലൈനിൽ ഇരുന്ന് അങ്ങ് സെയിൽ ചെയ്യും. വില കുറച്ച് കാണുമ്പോൾ മലയാളിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. വില കുറച്ച് കിട്ടുന്നല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ പോയി അങ്ങ് വാങ്ങും. നമസ്കാരം, എൻ്റെ പേര് രാജീവ് എന്നാണ്. ഞങ്ങൾ 10 വർഷമായിട്ട് 10 മണി കൃഷി ഇന്ത്യയിൽ ചെയ്തു വരുന്നു. ഇവിടെ ഏകദേശം 200ഓളം വെറൈറ്റിയാണ് ഞങ്ങളിപ്പോൾ നിലവിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ 500-ൽ പരം വെറൈറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഓരോ വർഷവും ഞങ്ങൾ 10, 20, 30 വെറൈറ്റി വെച്ച് ഇങ്ങനെ കൂട്ടി വന്നതാണ്. ഇപ്പോൾ 200 വെറൈറ്റിയാണ് ഈ വർഷം മുതൽ സെയിൽ ചെയ്ത് തുടങ്ങിയത്. കഴിഞ്ഞ വർഷമൊന്നും പുതിയത് ഇറക്കാൻ പറ്റിയിട്ടില്ല, കാലാവസ്ഥ ക്ലിയർ അല്ലായിരുന്നു. പക്ഷേ ഈ വർഷം 10 മണി കൃഷിക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ ഏകദേശം കട്ട് ചെയ്ത് തീരാറായി. ഇനി നമുക്ക് അടുത്ത കൃഷിക്കുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കൃഷിയിലോട്ട് വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടുള്ള ഒരു ഇഷ്ടം, ഓരോരുത്തർക്ക് ഓരോ കൃഷിയോടുള്ളൊരു ഇഷ്ടം. ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം 10 മണി എന്നുള്ളതൊരു വലിയൊരു ഇതായിട്ട് വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇത് കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ കേരളം, തമിഴ്നാട്, ആന്ധ്ര അങ്ങനെയുള്ളൊരു ഏരിയയിൽ മാത്രമേ ഇതിൻ്റെ ഒരു സാധ്യത ഉള്ളൂ. പ്രത്യേകിച്ചും കേരളത്തിൽ മലയോര മേഖലകളിലോട്ട് ഇച്ചിരി കുറവാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യക്കാർ ഒരുപാടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു കുളിർമയാകുന്ന ഒരു കാഴ്ചയാണ്. പണ്ട് നമ്മുടെ നാട്ടുപ്രദേശത്തുണ്ടായിരുന്ന ഒരു 2-3 മാക്സിമം പോയാൽ ഒരു 20 കളർ അത്ര മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ പല രാജ്യത്തുനിന്നും കൊണ്ടുവന്നിട്ടുള്ള പല വെറൈറ്റിയിലുള്ളതും വലിപ്പത്തിലുള്ളതും അങ്ങനെയുള്ള ഒരുപാട് ഇനങ്ങൾ കൊണ്ട് നമ്മുടെ വലിയൊരു കളക്ഷൻ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തു. മെയിനായിട്ട് ഏത് രാജ്യത്ത് വരുന്ന നമുക്ക് അങ്ങനെ ഒരു കൺട്രി പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ തായ്ലൻഡിൽ ഒരു പുതിയ കളർ റിലീസാവുമായിരിക്കാം, അടുത്ത മലേഷ്യയിൽ റിലീസാവുമായിരിക്കാം, ബ്രസീലിലുണ്ടാവുമായിരിക്കാം. അങ്ങനെ നമുക്ക് ഇന്ന രാജ്യത്താണ് പുതിയത് എന്ന് പറയാൻ പറ്റില്ല. ഏത് രാജ്യത്താണോ പുതിയത് വരുന്നു അങ്ങനെയാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ്. മറ്റുള്ള ഇപ്പോൾ തായ്ലൻഡിലില്ലാത്ത ഒരുപാട് വെറൈറ്റീസ് നമ്മളുണ്ട്. തായ്ലൻഡിൽ ഒരു 250-300 വരത്തുള്ളൂ. ഇതിൽ ഒരുപാട് റെയർ ഐറ്റംസ് ഉണ്ട്. ആ റെയർ ഐറ്റംസ് ഫുള്ള് ഉള്ളത് ഞങ്ങളുടെ കയ്യിലാണുള്ളത്. ഇത് പുറം രാജ്യത്ത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്നതെല്ലാം പലരുടെയും ഇതിൽ 10 മണിയെന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ അതിനപ്പുറത്തോട്ട് അവർക്കൊരു ഇതില്ല. ഇത് ഓരോ ഐറ്റത്തിനും ഓരോ പേരാണ്. ഓരോ ഇതിൽ തന്നെ 6 ഇനമുണ്ട്. 6 ഇനത്തിന് 6 പേരാണ്. ആ ഇനങ്ങൾക്ക് ഓരോ കളറിനും ഓരോ പേരാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ കൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും ഏത് ഐഡിയ ആണ്.
അപ്പോൾ അവർ പറയും ഇന്ന ID ആണ്, ഇന്ന ID ഇന്ന പേരാണ്. അപ്പോൾ ആ പേരിലുള്ളത് നമുക്കിവിടെ ഉണ്ടോ എന്നറിയാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ല, നമുക്കിപ്പോൾ ഒരു 5 കളറായിരിക്കും അവരുടെ നമ്മുടെ കയ്യിലില്ലാത്തത്, അതെടുക്കാറുണ്ട്. അപ്പോൾ അവർക്കില്ലാത്ത ഒരു 5 കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇതായി ബൈ ഹാൻഡായിട്ട് ആരെങ്കിലും ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് വരുന്നതൊന്നുമല്ല. ഇത് ഇന്നിപ്പോൾ ഒരു 5 കളർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞായിരിക്കും ആ സാധനം ഇവിടെ ഇന്ത്യയിൽ എത്തുന്നത്. ഈ പല പല രാജ്യത്തുനിന്ന് വരുമ്പം അവിടുത്തെ മണ്ണും കാലാവസ്ഥ ഇല്ല, മണ്ണും കാലാവസ്ഥയായിട്ട് ഇതിനൊരു കാര്യം ഇതിൻ്റെ തണ്ടാണ് വരുന്നത്, തണ്ട് മാത്രമാണ്. അപ്പം നമ്മളിവിടുന്ന് കൊടുക്കുന്നത് തണ്ടാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളം മിനിമം ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ഇരുന്ന് ഇവിടെ ആയിട്ട് നല്ല പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത് പുറത്തേക്ക് റിലീസാവുന്നത്. അങ്ങനെ റിലീസാവാത്ത 300 കളറിൽ പരം ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഫോട്ടോസോ ഡീറ്റെയിലോ ഒന്നും പുറത്ത് ആരുടെയും കയ്യിലില്ല. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ കയ്യിലുള്ള അത് പുതിയതായി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് ആൾറെഡി ഞങ്ങൾ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിനെ എടുത്തിട്ട് പലരും സെയിൽ ചെയ്യുന്നവരുമുണ്ട്. അങ്ങനൊരു സാധനം ഞങ്ങൾ ഇറക്കിയിട്ടില്ല. പക്ഷേ ആ ഫോട്ടോ എടുത്തതിൽ വീഴുമ്പോൾ നമ്മൾ പിന്നെ അതിന് പ്രതികരിക്കാൻ പോകാറുമില്ല. ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നത് കംപ്ലീറ്റ് വിൽപ്പനക്കാർക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ക്വാണ്ടിറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. അവരൊരു പുറത്തുള്ളവരൊരു 30 കളർ വാങ്ങുമ്പോൾ അവർ 350 രൂപ അല്ലെങ്കിൽ 400 രൂപ അവർ ഈടാക്കും, മാക്സിമം ഒരു 500 രൂപ. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 30 കളർ വാങ്ങുമ്പോൾ 350 രൂപ കൊറിയർ ചാർജ് മാത്രമാകും. അത്രയും ബൾക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു 30 കളറിന് 3 കിലോ 4 കിലോ 5 കിലോ വെയിറ്റൊക്കെയാണ് കയറി പോകുന്നത്. അപ്പോൾ 200 കളറിന് ഞങ്ങൾ ഈടാക്കുന്നതെന്ന് പറഞ്ഞാൽ 7000, 8000, 10000 രൂപയൊക്കെയാണ് ഈടാക്കുന്നത്. അതിൽ ഏകദേശം ഒരു 30-35 കിലോ വെയിറ്റും വേണം. അതിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ ഇത് പലരും ഇങ്ങനെ എടുക്കും, ഇങ്ങനെ ഒരു 50 കളർ എടുക്കും, 100 കളർ എടുക്കും. എടുത്തിട്ട് ഇവർ ഇന്നിപ്പം നമ്മളിവിടെ നിന്ന് കയറ്റി വിടും. അവരതിനെടുത്തിട്ട് അവരവിടെ നിന്ന് ഓരോ തണ്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് വിട്ട് വരുമാനം ഉണ്ടാക്കുന്നവരുമുണ്ട്. ഞങ്ങൾ ഇത് 11ാമത്തെ വർഷം ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. എത്ര വെറൈറ്റി വെച്ചിട്ടാണ്? നാട്ടിൻ പ്രദേശത്തുള്ള ഒരു 4-5 വെറൈറ്റി, പിന്നെ ഒരു 5 കളറ് അന്ന് തായ്ലൻഡിൽ നിന്ന് ഒരു 30 കളറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംരംഭമാണ്. പിന്നെ അതിനെ അങ്ങനെ വിപുലീകരിച്ച് പോയി എന്നുള്ളേ ഉള്ളൂ. പിന്നെ ഇന്നിപ്പോൾ ഇത് ഉപേക്ഷിക്കാൻ ഒരുപാട് നഷ്ടം ഇതിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പലരും വില കേൾക്കുമ്പം 10 മണിച്ചെടി വെറുതെ വളരുന്നതല്ലേ, ഇതാണെന്നൊക്കെ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എഫർട്ട് എന്ന് പറയുന്നത് ഇത്തിരി കഷ്ടപ്പാടാണ്. അപ്പോൾ മഴയത്ത് പോകുമെങ്കിൽ പിന്നെ തിരിച്ച് ഇന്ത്യക്കകത്ത് 10 മണി ഇത് കടന്നു വരുന്നു. അരി സംരക്ഷിച്ച് വെച്ചിട്ടുള്ള ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 9 മാസം ഇതിനെ സംരക്ഷിക്കണം. 2 മാസം വിൽക്കുമ്പോൾ പലരും ഇതിൻ്റെ അടിയിൽ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടും. അത് നമ്മൾ മെയിൻ ചെയ്യാൻ പോകാറുമില്ല. ഈ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്ന ആരും വാങ്ങാറുമില്ല. ആവശ്യക്കാർ വാങ്ങും, നമ്മളത് മാത്രം ചിന്തിച്ചാൽ മതി. ഈ 9 മാസത്തെ കഷ്ടപ്പാടിനാണ് നമ്മൾ 2 മാസം വിറ്റ് പേയ്മെൻറ്റ് വാങ്ങുന്നത്. എന്നാലും നമുക്ക് മുതലാവത്തില്ല. പിന്നെ അപ്പോൾ പിന്നെ എന്തിനീ കൃഷി ചെയ്യണം, നിർത്തിയിട്ട് പൊയ്ക്കൂടെ എന്ന്. ഇന്ന് അത് വളരെയേറെ ഞാൻ ചിന്തിച്ചതാണ്. കാര്യം എൻ്റെ കയ്യിൽ ഏകദേശം 500-ൽ പരം ഐറ്റം ഉണ്ട്. വേറെ രാജ്യങ്ങളിലില്ലാത്തതും നമ്മുടെ കയ്യിൽ മാത്രമായ റെയർ ഐറ്റംസ് ഒരുപാടുണ്ട്. അതെനിക്ക് ഭാഗ്യവശാൽ കിട്ടിയതാണ്. ആ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ അത് കാണില്ല. അത്രയും റെയർ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അത്രയും വലിയൊരു കളക്ഷൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാനതിനെ എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നശിപ്പിച്ചിട്ട് പോവുക എന്നുള്ളത് ഒത്തിരി കളക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഹോൾസെയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, റീറ്റെയിൽ ചെയ്യുന്നില്ല? റീറ്റെയിൽ കാര്യം ഞങ്ങളുടെ റേറ്റൊന്നും പലർക്കും അഫോർഡബിൾ അല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് കാര്യം. പിന്നെ ക്വാളിറ്റി എന്നുള്ളത് അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. നമ്മൾ 30 കളർ കൊടുത്തു കഴിഞ്ഞാൽ 30 കളറും പിടിച്ചിരിക്കും. ഇതാ കണ്ടല്ലോ, എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതായത് 2 മാസം മാക്സിമം 2.5 മാസം വരെ ഞങ്ങളൊരു പ്ലാന്റിൽ നിന്ന് സെയിൽ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ സെയിൽ ചെയ്യുക. പിന്നെ ഇതിൻ്റെ തണ്ട് മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ വാങ്ങിക്കൊണ്ട് വയ്ക്കുന്നവർക്ക് അത് പൊടിച്ച് വരുമ്പോൾ അത് അഴുകിപ്പോവും. അപ്പോൾ ഇളം തണ്ടാണ് ഏറ്റവും, അതായത് പൂത്ത് വരുന്ന ആ ടൈമാണ് ഏറ്റവും പെർഫെക്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചുവടിൽ നിന്ന് കൂടിപ്പോയോ 2-3 പേർക്ക് എടുക്കാൻ അതും കിട്ടത്തില്ല. അത്രയൊക്കെ കിട്ടുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളോളം വളർന്ന് ഇത് കാട് പോലെയായി തണ്ട് മൂത്തെല്ലാം വരുമ്പോൾ പിന്നെ അവർക്ക് അതിൽ നിന്ന് ഒരു പീസ് 10 രൂപ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളെ കയ്യിൽ നിന്ന് ഒരു 25 രൂപയാണ് ഞങ്ങളെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ആ 25 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഏകദേശം 25 തണ്ടിൽ കൂടുതലുണ്ടാവും. 1 രൂപയ്ക്ക് താഴെ വരുള്ളൂ. അപ്പോൾ വിൽപ്പനക്കാരില്ല, അതുകൊണ്ടാണ് വാങ്ങുന്നത്. അത് വെറൈറ്റി അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരും. ആ വെറൈറ്റി അനുസരിച്ചിട്ട്, അതായത് പുതിയ കളർ ഇപ്പോൾ ഓരോ വർഷം ഞാൻ പുതിയ കളർ ഇറക്കും. പുതിയ കളർ ഇറക്കുമ്പോൾ ആ രാജ്യത്തുനിന്ന് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ചിലവുണ്ട്. അതനുസരിച്ച് ഞാൻ റേറ്റ് കൂട്ടിയാൽ കൊടുക്കും. ഇപ്പോഴും ഞങ്ങളൊരു 4 ഐറ്റം പുറത്തിറക്കിയിട്ടുണ്ട്. 20 കളർ പൾസ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. ഇത് ഈ കാണുന്നതിൻ്റെ ഒരു 20 കളർ ഇറക്കിയിട്ടുണ്ട്. അത് വലിയ പൂക്കളാണ്. അതിന് 20 കളറിന് ഞാൻ 1000 രൂപയാണ് മേടിച്ചത്. അത് ഒരു രാജ്യത്തുള്ളതല്ല, 2-3 രാജ്യത്തുള്ളതാണ്. പിന്നെ ജംബോ, ബ്രസീലിലുള്ള ഒരു ജംബോ ഇറക്കിയിട്ടുണ്ട്.
തായ്ലൻഡിലുള്ളൊരു ജമ്പ് ഇറക്കിയിട്ടുണ്ട്. അതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് 1000 രൂപയാണ്. ഇപ്പോൾ അത് മാർക്കറ്റിൽ 100 രൂപ 150 രൂപ അങ്ങനെ അങ്ങ് പോകും. കാര്യം ഞാനീ കൊണ്ടുവരുന്നത് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കൂടിപ്പോയി ഒരു 5 പേരെ വാങ്ങുകയുള്ളൂ. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് മാറി ആൾക്കാർ വാങ്ങി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരായി അതിൻ്റെ ആൾ. നമുക്കത് വിഷയമേ ഉള്ള കാര്യം. നമ്മളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ഇന്ന് ഇന്ത്യക്കകത്ത് എന്ത് ഐറ്റം ഉണ്ടോ അത് കംപ്ലീറ്റ് റിലീസ് ചെയ്തത് ഞാനാണ്. ആദ്യ കാലത്തൊരു 10-30 കളർ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. കാര്യം അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അതൊക്കെ അങ്ങ് പോയി. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ ഉള്ള ഏകദേശമുള്ള 95% 10 മണിയും ഇറങ്ങിപ്പോകുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ഈ ബിസിനസ്സിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് ഈ മഴയുടെ പ്രശ്നം തന്നെ. മഴയൊന്നും ഒരു വിഷയമേ അല്ല. പലരും ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ വീട്ടിൽ കുറച്ച് വളർത്തിയിട്ട് അവരെന്ത് ചെയ്യും, വീട്ടിൽ കാണാൻ വേണ്ടിയിട്ട് അവർ വാങ്ങി വളർത്തിയിട്ട് പിന്നെ ഇതിനെ കൊണ്ടുവന്ന് ഇത്തിരി വളർന്ന് മുറ്റം ഇവർക്ക് ഇതിനെ കളയാൻ ഡംപ് ചെയ്യാൻ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് അങ്ങോട്ട് ഓൺലൈനിൽ ഇരുന്ന് അങ്ങ് സെയിൽ ചെയ്യും. വില കുറച്ച് കാണുമ്പോൾ മലയാളിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്, വില കുറച്ച് കിട്ടുന്നല്ലോ എന്ന് വെച്ചാൽ അവിടെ പോയി അങ്ങ് വാങ്ങും. കാര്യം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കളർ മിസ്സായപ്പോൾ വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങുന്നെങ്കിൽ അതിൻ്റെ വാങ്ങുന്നതിൻ്റെ ക്വാളിറ്റി എനിക്കറിയാം എത്രത്തോളം ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യം ഞാൻ വളരെ അപൂർവമായിട്ട് ചിലപ്പോഴേ നമ്മളതിൽ തണ്ട് തികയാതെ വരുന്നു. ഇപ്പോൾ പ്ലാന്റ് ചെയ്യാൻ തണ്ട് തികഞ്ഞില്ല. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-20 തണ്ട് വാങ്ങുമ്പോഴാണ് നമുക്കതിൻ്റെ എന്താണെന്ന് അറിയാൻ പറ്റുന്നത്. അവർ കഴിക്കും ഒരു തണ്ട് മതിയല്ലോ ഒരു പീസ്. കാര്യം ആ തണ്ടിൻ്റെ ലെങ്ത് ഇത്രയുണ്ട്. ഒരു തണ്ടിൻ്റെ ലെങ്താണ് ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും നല്ല ഹൈ ക്വാളിറ്റിയുള്ള തണ്ടുകളാണ് നമ്മൾ കയറ്റി വിടുന്നത്. ഇതേപോലത്തെ ഒരു 10 തണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു 100 ഗ്രാമിൽ കൂടുതൽ വരും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ 100 ഗ്രാം ഒരു കളറ് എന്നാൽ മാത്രമേ വിൽപ്പനക്കാർക്ക് അത് പോസിബിളായിട്ട് വരികയുള്ളൂ. വീട്ടുകാർക്ക് വീട്ടിൽ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു 30 കളർ 40 കളർ അങ്ങനെ റേഞ്ചിൽ ഞങ്ങൾ വിട്ടു കൊടുക്കും. മഴയത്ത് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ ഈ തണ്ട് മൂത്തവരെ കയ്യിൽ കിടക്കും. മഴ പെയ്യുമ്പോൾ അത് നശിച്ചു പോകും. അത് സമയം റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പുറകെ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ 9 മാസം ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം ഇവർ 2 മാസം വെൽക്കുന്ന പൈസ മൊത്തം ഇതിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ആരും അതിന് മെനക്കെടുക്കില്ല. ഞങ്ങൾക്ക് ഇതിപ്പോൾ കളയാൻ പറ്റുമല്ലോ. നമുക്ക് ഈ 200 കളർ ഞങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി വാങ്ങും. അപ്പോൾ അതിൽ റെയറായിട്ടുള്ള ഐറ്റംസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് റീകളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കിത് ഉള്ള കാലം ഇങ്ങനെ ഇതിൻ്റെ പുറകെ നടന്നേ പറ്റുള്ളൂ. റിപ്പോർട്ട് ചെയ്ത് പോകും. എനിക്ക് 4 ഫ്ലോട്ടാണുള്ളത്. ഈ 4 ഫ്ലോട്ടിൽ നിന്നാണ് പോകുന്നത്. കാര്യം ഇതൊന്നും ഇതുവരെ വീഡിയോയിലോ ഒന്നിലും വന്നിട്ടുള്ളതല്ല. വീടിൻ്റെ അടുത്തുള്ളൊരു ഫ്ലോട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് 45ാമത്തെ ദിവസമാകുമ്പോൾ ഫ്ലവറായി തുടങ്ങും. 45 മുതൽ ഒരു 65 ദിവസത്തിനകത്ത് ഞങ്ങൾ തീർക്കും. അടുത്ത സെക്ഷൻ വീണ്ടും പ്ലാൻ ചെയ്യും. കേരളത്തിനകത്ത് ഒരുപാട് വിൽപ്പനക്കാരുണ്ട്. ഇതിൽ ഒരു 90% പേരും ഇങ്ങനെ കുറേശ്ശൊക്കെ വാങ്ങി വെച്ച് വളർത്തി വിൽക്കുന്നവരാണ്. ഇവരുടെ കയ്യിൽ ഒരു 50, 25, 30 ഇങ്ങനെ ഒരു റേഞ്ചിൽ മാത്രമേ അവർ വിൽക്കുകയുള്ളൂ. കാര്യം അവരിൽ അത്ര ഉള്ള അതേ ഉള്ളൂ. കാര്യം ഈ 200 കളറൊക്കെ ഒരുമിച്ച് സെയിൽ ചെയ്യുന്നത് ആരുമില്ല. കാര്യം അവർ ഈ 200 കളർ അവരെ കൊണ്ട് ഇത്രയും പാക്ക് ചെയ്ത് 200 കളർ എടുക്കുമ്പോൾ തന്നെ ഏകദേശം 2-3 മണിക്കൂർ പോകും. ഓരോ കളറും എടുത്ത് പ്രത്യേകം ടാഗ് ചെയ്ത് മാറ്റിയാണ് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 200 കളറും തിരിച്ചിട്ട് ഒരുമിച്ചല്ല കൊടുക്കുന്നത്. ഓരോ ഐറ്റം പ്രത്യേകം ബോക്സുകളിലാക്കി അങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ വളപ്രയോഗം എങ്ങനെയാണ് അതിനകത്ത്? ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത്. ഇല്ല, ഇടയ്ക്കിടയ്ക്കൊന്നും കൊടുക്കേണ്ട കാര്യം. ഞങ്ങളിത് 60 ദിവസം ആകുമ്പോൾ തീരെയില്ല. പലരും ഇതിന് എല്ലുപൊടി വേണം, വേപ്പ് മുണ്ണാക്ക് വേണം, അത് വേണം. എല്ലുപൊടിയൊക്കെ മണ്ണിൽ ലയിച്ച് തരാൻ തന്നെ 6 മാസം പിടിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അത് ഞാൻ പറയുന്നതാണ്. ഇനി ചിലർ പറയും ഞാൻ എല്ലുപൊടിയിട്ട് വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഞാനല്ല കുറ്റക്കാരൻ. ജലസേചനം അല്ലാതെ ഞങ്ങൾ പൈപ്പ് വഴി തന്നെ അടിക്കുന്നത്. കാര്യം ഒറ്റ നേരം നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച 2 നേരം കൊടുക്കും. അത് കഴിഞ്ഞ് മുള പൊട്ടി കഴിഞ്ഞാൽ 1 നേരം. കഴിവതും സീസൺ നോക്കിയിട്ട് വെയിലാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് കൊടുക്കും. മഴയാണെങ്കിൽ ആവശ്യം വരില്ല. ഒരു വർഷത്തിലൊരു 2 മാസം തന്നെ ജലസേചനം, ബാക്കിയൊന്നും ആവശ്യം വരില്ല. പുതുതായിട്ട് നമ്മളൊരു ഇത് വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ഒരു 5 കളർ വാങ്ങിച്ച് വളർത്തണം. വളർത്തിയിട്ട് ഇന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ ഇന്ന് എൻ്റെ അറിവിൽ ഈ 10 വർഷം കൊണ്ട് ഒരു 5000 സെല്ലറിൽ കൂടുതലെങ്കിലും വന്നിട്ട് പോയിട്ടുണ്ടാവും. കാര്യം ഇവർ വന്ന് ഒരു വർഷം ഇവർക്ക് ഇവർ റേറ്റ് കുറച്ചങ്ങിടും. റേറ്റ് കുറച്ചിടുമ്പോൾ ഇവർക്ക് ഓർഡർ ഇഷ്ടം പോലെ കിട്ടും. ഇവരെ കയ്യിൽ കൊടുക്കാൻ കാണൂല. അപ്പോൾ ഈ പറയുന്ന സാധനമൊന്നും കൊടുക്കൂല. എന്തെങ്കിലുമൊക്കെ വാരി പറയി കൊടുക്കും. പിറ്റേ വർഷം ഇവരെ സെയിൽ പോയി. കാര്യം അവർ ആ പീരീഡിൽ പറ്റിച്ചിട്ട് അവരങ്ങ് പോവുകയാണ് ചെയ്യും. നമ്മൾ ഈ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ടേ ആ ഒരു സെല്ലറിനെ കണ്ടെത്തിയപ്പം ചേട്ടാ ഓൾ ഇന്ത്യ ചെയ്യുന്നെന്ന് പറയുന്നത്, അപ്പോൾ പലയിടത്തോട്ടും കയറ്റി വിടുന്നുണ്ട്. അവരുടെ സെല്ലറിനെ കണ്ടെത്താൻ വലിയ താമസം ഉണ്ടായിരുന്നോ? ഇല്ല, കണ്ടെത്തണം. ഇതിൻ്റെ തുടക്കകാലം മുതലേ ഞാനുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഇന്ന് എന്തെങ്കിലും ഒരു അറിവുള്ള ഒരു വ്യക്തികളെന്ന് പറയുന്നത് ഞങ്ങളെ ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു എണ്ണത്തിൻ്റെ പേരോ ഡീറ്റെയിലോ അങ്ങനെ എന്തെങ്കിലും അറിവുള്ളതോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയത് ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്ന് ഫുള്ള് പബ്ലിസിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പുതിയത് ഇറക്കിയാലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പാടില്ല.
ഓരോ സീസൺ അനുസരിച്ച് ഞങ്ങളിത് ഇത്ര കളർ പുതിയതായിട്ട് കൊണ്ടുവരുന്നു. ഒന്നോ രണ്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അത് ആവും. ഇത് വീട്ടമ്മമാരല്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാരും. 10 മണിയെന്ന് പറയുമ്പോൾ വലിയ പരിചരണമൊന്നും വേണ്ടല്ലോ. പക്ഷേ നമ്മൾ അതിനെ എത്ര കെയർ ചെയ്യുന്നോ അത്രത്തോളം അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നല്ല 10 മണിയെന്നല്ല എന്ത് ചെടിയായിരുന്നാലും ശരി തന്നെയാണ്. അതിനെ കെയർ ചെയ്തില്ലെങ്കിൽ അത് 2 പ്രാവശ്യം പൂ തരും, അതതിൻ്റെ കാര്യം നോക്കി പോകും, നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാം. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കൂടുതൽ പേര് ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നവരെല്ലാവരും ഇത് വാങ്ങിയിട്ടുമില്ല, വളർത്തിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതെന്തെങ്കിലുമൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ചുമ്മാ ആരെങ്കിലും പറ്റി പറയണമല്ലോ, അപവാദം പറയണമല്ലോ, അതുകൊണ്ട് ഇതിനെപ്പറ്റിയും പറയുന്നു. അത് ഇതിനെ എന്നല്ല എന്ത് സാധനം ചെയ്താലും അത് മലയാളികളാണോ അത് കുറ്റം പറയുന്നത്. എനിക്ക് ഈ തൊഴിൽ മാത്രമല്ല, ഞാൻ എല്ലാ ഡ്രൈവിങ്ങിനൊക്കെ പോകും, അല്ലാണ്ട് ഇതുകൊണ്ട് വച്ച് മാത്രം രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. കാര്യം ഇതുകൊണ്ട് ഉപജീവനം നടക്കുന്ന 4-5 പെൺകുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു വീതം അവർക്കും കൂടെ കൊടുത്തങ്ങ് പോവുകയാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് നിർത്തിയിട്ട് പോവുക എന്നുള്ളൊരു 4-5 പേരുടെ വരുമാന മാർഗവും കൂടെ മുട്ടിപ്പോവും. അത് ഈ സെയിൽ നമുക്ക് വർഷത്തിലെല്ലാ പ്രാവശ്യം സെയിൽ ഒരേപോലെ നിൽക്കുമോ? ഇല്ലല്ലോ, കൂടും കുറയും. ഓക്കെ. ഏറ്റവും കൂടുതൽ അതെന്തിനാ അപേക്ഷിച്ചാണ് കൂടുതൽ വരുന്നത്? അത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതനുസരിച്ചാണ്. ഇവിടെ 10 മണിയുടെ സീസൺ ആവുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് ശേഷമാണ് 10 മണിയുടെ സീസൺ ആവുന്നത്. മഴക്കാലം കഴിഞ്ഞിട്ട് ഉടനെ ഇറക്കി വിടുമ്പോഴേക്കും ആൾക്കാർ റീസെല്ലേഴ്സ് വാങ്ങും, അവർ പ്ലാൻ ചെയ്യും. പിന്നെ ഒരു മാസം കൂടെ കഴിയുമ്പോൾ ആ സീസണായിട്ടാണ് വരുന്നത്. ഈ പ്രൊഡക്ഷൻ കൂടുന്നതും കുറയുന്നതനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരും? അല്ല, അങ്ങനെ വരത്തില്ല. അല്ല, ഇതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ കൊണ്ടുവരുന്നൊരു പുതിയ ഐറ്റം എനിക്കിപ്പോൾ ഒരു 10,000 രൂപ ആയെങ്കിൽ ഒരു മാക്സിമം പുതിയൊരു ഐറ്റം ഒരു 10 പേരൊക്കെ വാങ്ങത്തുള്ളൂ. അപ്പോൾ ഞാനൊരു 1000 രൂപ വെച്ചിടും. അപ്പോൾ ഒരു 10 അല്ലെങ്കിൽ ചിലപ്പോൾ 5 പേരായിരിക്കും വാങ്ങുന്നത്. പിന്നെ ഇതിനെപ്പറ്റി അറിയാതെ ആൾക്കാർക്ക് നടന്ന് ഇത്ര പറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ഈ 5 പേര് വാങ്ങുന്നിടത്ത് 100 പേര് എണ്ണത്തര വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഞാൻ കൊണ്ടുവന്നത് അടുക്ക് 10 മണിയുടെ ഒരു വലിയൊരു പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വലിയ അടുക്ക് 10 മണി. അത് ജംബോ കാർണേഷൻ പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേര്, ഐഡി നെയിം. അത് തായ്ലൻഡിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് അത് മജന്ത കളറാണ്, പർപ്പിൾ. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അതേ കളറ്. അപ്പോൾ അത് ഞാൻ പുറത്തിറക്കി. അപ്പോൾ ആൾക്കാർ പറയും ഇത് പണ്ടേ ഉള്ളതാണ്, നമ്മളത് മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നത് ട്രെൻഡാണ്. അത് ആരോ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ 10 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ ഇത് അന്വേഷിച്ചാണ് നടക്കുന്നത്. അതിൻ്റെ ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പണ്ട് മുതലേ നമ്മൾ കാണുന്ന ഐറ്റം. അതിൻ്റെ വലിപ്പം കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് പുതുതായിട്ട് ഈ കൊണ്ടുവന്ന ഐറ്റം. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇതിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഫ്ലവറിൻ്റെ സൈസ് കുറവാണ്. അല്ലെങ്കിൽ ഈ ഒരു വട്ടത്തിൽ ഈ ഫ്ലവറിൻ്റെ വലിപ്പം ഉണ്ടാകും. ഇതിപ്പോൾ വലിപ്പം വളരെ കുറവാണ്. വരുന്നത് ഇതിൻ്റെ ടൈം കഴിഞ്ഞു. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അടുക്ക് 10 മണിയിൽ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് അല്ല. ഇപ്പോൾ വലിപ്പമുള്ളത് ഒറ്റ പൂ മാത്രമേ ഉള്ളൂ. പലരും വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ഫ്ലവർ വിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇല്ല, ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു മീഡിയം ടൈപ്പ് കൂടെ ഉണ്ട്, അത് വൈറ്റാണ്. അതും ഇത്ര സൈസ് വരത്തില്ല, ഇതിനേക്കാൾ കുറച്ചുകൂടെ സൈസാവും. പിന്നെ ഇതേ സൈസുള്ള ഒരൊറ്റ ഐറ്റം കൂടെ ഉള്ളൂ, അത് ബ്രസീലിലാണുള്ളത്. അത് പിങ്ക് കളറാണ്, വേറെ ഒരു രാജ്യത്തും ഇല്ല. വെറുതെ നിങ്ങൾ ആൾക്കാർ എന്തെങ്കിലും പറയുന്നത് കേട്ട് പറ്റിക്കപ്പെടരുത്. ഇതിപ്പോൾ ജംബോയുടെ ഇത് 10ാമത്തെ കളറ് ആണ് നമ്മൾ റിലീസ് ചെയ്തത്. ഇത് തായ്ലൻഡാണ് ജന്മദേശം. ഇതിൽ വന്നിട്ട് ഒരു ഫുട്ടേജിൽ നിന്ന് പലതരത്തിലുള്ള പൂക്കളുണ്ടാവും. ഇത് ജംബോ എന്ന് പറയും, വലിയ പൂവാണ്. കോളാമ്പി 10 മണി എന്നൊക്കെ പണ്ട് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു 3 കളർ നമ്മുടെ കയ്യിൽ പണ്ട് മുതലേ ഉള്ളതാണ്. ബാക്കിയുള്ളത് ഇപ്പോൾ ഓരോരോ വർഷമായിട്ട് ഇറക്കിയതാണ്. ഇത് ബ്രസീലാണ് ജന്മദേശം. ഇത് ശ്രേയ എന്നാണ് ഇതിൻ്റെ ഐഡി നെയിം. ഇത് ലിറ്റിൽ സ്റ്റാർ എന്ന് പറയും. ഇത് ചെറിയ കുഞ്ഞു പൂവാണ്, ഒരു സ്റ്റാർ ടൈപ്പിലുള്ളതാണ്. അത് വന്നിട്ട് മലേഷ്യയാണ് ഇതിൻ്റെ ജന്മദേശം. ഇത് രണ്ടും US ID ആണ്. ഇതൊന്ന് പിങ്ക് ലേഡി, ഇത് വന്നിട്ട് പിങ്ക്മ. അങ്ങനെ 2 ID ഉണ്ട്. ഇത് US നിന്ന് ഇന്ത്യയിലെത്തിയതാണ്. US നിന്ന് ചെന്നൈയിലുള്ള ഒരു ലേഡി ഇന്ത്യയിൽ കൊണ്ടെത്തിച്ചതാണ്. ഇത് പിങ്ക് റിലീസായത് ഒരു 2012 ആ റേഞ്ചിലാണ്. ഇത് പിങ്ക് സ്ട്രിപ്പ്, ഇത് മലേഷ്യ, ഇത് തായ്ലൻഡ്. ഇത് അങ്ങനെയുള്ള വ്യത്യാസം. ബാക്കി ഈ കാണുന്ന 3 കളറും നിലവിൽ നമുക്കിവിടെ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും 10 മണിയിൽ ബാക്കിയുള്ള എല്ലാ ഐറ്റത്തിനും ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഏറ്റവും കുറവ് വെറൈറ്റീസ് ഉള്ളത് ഈ ജംബോയ്ക്കാണ്. ജംബോയ്ക്ക് 10 വെറൈറ്റീസിൽ കൂടുതൽ ഒരു രാജ്യത്തും ഇന്ന് അവൈലബിൾ അല്ല. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 25ഓളം സ്പീഷീസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ജംബോ നമ്മളിപ്പോൾ പുതിയത് ഇറക്കുന്നതനുസരിച്ച് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ വർഷം ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ മാർക്കറ്റിൽ അതിൻ്റെ വില കുറയുന്നതനുസരിച്ച് ഞാനും വില കുറയ്ക്കുക പതിവ്. ജംബോ ഇപ്പോൾ 40 രൂപ വരെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. 40 രൂപ 30 രൂപ ആ റേഞ്ചിൽ പോകും. ഇതൊക്കെ വന്നിട്ട് 500 രൂപ റേഞ്ചായി.
ഇപ്പോൾ പിന്നെ ഇതിൻ്റെ പലരും ഒരു തണ്ട് 2 തണ്ട് എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കളർ സെയിലൊന്നുമില്ല, ഒറ്റ സെയിൽ. പിന്നെ വീട്ടിൽ വളർത്തുന്നവർക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. കാര്യം ഈ രണ്ടും ഒരു ജോലിയാണ്. അവർ 2 തണ്ട് ചോദിക്കുമ്പോൾ ഇത്രയും 200 കളറിൻ്റെ മൂട്ടിൽ ചെന്ന് 2 തണ്ട് ഒടിക്കുന്നത് 2 പേരെ ജോലിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ 3 തണ്ട് കൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ സെയിം ആയില്ലേ. അങ്ങനെ കാര്യം ഞങ്ങളുടെ കയ്യിൽ തണ്ടുണ്ട്, മറ്റുള്ളവർ തണ്ടില്ലാത്തതുകൊണ്ട് അവർ 2 തണ്ടെന്ന് പറയുന്നതാണ്. വെള്ളായണി അഗ്രികൾച്ചറിലുള്ളവരൊക്കെ ഒന്ന് നല്ലവണ്ണം സ്റ്റഡി ചെയ്തിട്ട് പോയ ഒരു കാര്യമാണ്. ഇതിൻ്റെ അതോട് പറഞ്ഞു, ഇതിൻ്റെ ഓരോന്നിൻ്റെ ഓരോ പേരും കാര്യങ്ങളും അറിയാൻ വേറെ ആർക്കും പരിചയപ്പെടുത്തില്ല. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക. കാര്യം പെട്ടെന്ന് പുതിയതായിട്ട് ഒരാളിനെ വന്ന് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പോലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും അറിയാമെന്നുണ്ടെങ്കിൽ പോലും പാടാണ്. ഈ 10 വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഓരോരോ പുതിയ കളർ വരുമ്പോഴേ അറിയാം. എന്നിരുന്നാൽ പോലും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ചേഞ്ച് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതൊരു ബിസിനസ്സായിട്ട് തുടങ്ങുമ്പോൾ അതിനകത്തൊരു പാഷൻ ഉണ്ടെങ്കിൽ അതാണ് പറഞ്ഞത്. ഇത്രയും നഷ്ടം വന്നു, ഒരുപാട് നഷ്ടം വന്നു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇത് ഫുള്ള് പ്ലാൻ ചെയ്ത് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാവും. അപ്പോൾ ആ സീസണിൽ നമുക്ക് വിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പെട്ടെന്ന് തന്നെ വീണ്ടും റീപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് നഷ്ടം വരും എന്ന് പറഞ്ഞാലും. പക്ഷേ നമുക്കൊരു പാഷൻ തോന്നുമല്ലോ ഓരോന്നിനോട്.